ബില്ലിലെ മേപ്പാടി കമ്മ്യൂണിറ്റി ഹാളിൽ നിലവിൽ അതായത് CHCയിലും അതുപോലെ തന്നെ വിംസ് ആശുപത്രിയിലുമായി എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ മൃതദേഹങ്ങളുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടിയാണ് എല്ലാ മൃതദേഹങ്ങളുടെയും തിരിച്ചറിയാൻ ബാക്കിയുള്ള മൃതദേഹങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുള്ളത്. വിംസ് ആശുപത്രിയിലും അതുപോലെ തന്നെ ഈ CHCയിലുമായിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള ചികിത്സകൾ മാത്രമാണ് ഇവിടെ നൽകുന്നത്. അതിനു പുറമെ കൂടുതൽ വിദഗ്ധമായിട്ടുള്ള ചികിത്സകൾ ആവശ്യമുള്ളവർ കോഴിക്കോട് ഉൾപ്പെടെ ചികിത്സ തേടിയിട്ടുമുണ്ട്. ഇപ്പോൾ എന്തായാലും ഈ കമ്മ്യൂണിറ്റി ഹാളിൽ 94 മൃതദേഹങ്ങളാണ് എത്തിയിട്ടുള്ളത്. അതിൽ 11 പേരുടെ മൃതദേഹങ്ങൾ ഇനിയും തിരിച്ചറിയേണ്ടതുണ്ട്. 52 മൃതദേഹങ്ങളാണ് ബന്ധുക്കൾക്ക് കൈമാറിയിട്ടുള്ളത്. കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലകളിലുള്ള മൊബൈൽ ഫ്രീസറുകൾ ഇവിടത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശം ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗമായി നൽകുകയും ചെയ്തിട്ടുണ്ട്. അതായത് മരണസംഖ്യ ഇനിയും ഉയരാനുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ഒട്ടനവധി പേർ ഈ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഇന്നലെ തന്നെ വ്യക്തമായതുമാണ്. അതുകൊണ്ട് തന്നെ മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി കഴിയില്ല. അത്തരത്തിൽ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് ജില്ലാ ഭരണകൂടം ഉൾപ്പെടെയുള്ളവർ അനൗദ്യോഗികമായി പങ്കുവെക്കുകയും ചെയ്യുന്നത്. എന്തായാലും കാസർഗോഡ് നിന്നും അതുപോലെ തന്നെ മറ്റ് പല ജില്ലകളിൽ നിന്നും മൊബൈൽ ഫ്രീസറുകളുമായി ഇവിടത്തേക്ക് എത്തിയിട്ടുള്ള ചിലർ നമ്മളോടൊപ്പം ഇപ്പോഴുണ്ട്. എന്തായാലും നിങ്ങൾക്ക് കിട്ടിയ നിർദ്ദേശം മൊബൈൽ ഫ്രീസറുകളുമായി ഇവിടത്തേക്ക് എത്തുക എന്നുള്ളതാണോ? അതെ അതെ അതെ, കളക്ടർ വിളിച്ച് പറഞ്ഞതാണ്, കാസർഗോഡ് ജില്ലാ കളക്ടർ. നിങ്ങളോ ഈ എന്തെങ്കിലും തരത്തിലുള്ള രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി എത്തണം എന്നുള്ളതാണോ, അല്ലെങ്കിൽ ഈ ഫ്രീസറുകളുമായി മാത്രം എത്തുക എന്നുള്ളത്? ഫ്രീസറും ആംബുലൻസുമായിട്ട് എത്തണമെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ KSHGയുടെ പ്രവർത്തകരാണ്. ഞങ്ങൾ കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഏതാണ്ട് ഒരു 22 ഫ്രീസറോളം ഇവിടെ എത്തിച്ചിട്ടുണ്ട്. കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം, കോഴിക്കോടൊക്കെ ഇങ്ങനെ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞിട്ടാകുമ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങോട്ട് എത്തിയതാണ്. എപ്പോഴാണ് എത്തിയത്? ഞങ്ങൾ എത്തിയിട്ട് ഏകദേശം 1 മണിക്കൂർ അടുത്തായി. കൂടുതൽ എത്ര ആൾക്കാരാണ് കാസർഗോഡ് നിന്ന് വന്നത്? കാസർഗോഡ് നിന്ന് 10-20 ആൾക്കാർ വന്നിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ വണ്ടിയിലും ആൾക്കാർ വന്നിട്ടുണ്ട്. ഒരു 10-15 വണ്ടികൾ വന്നിട്ടുണ്ട്. 22-23 ഫ്രീസർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇനിയും ആവശ്യമുണ്ട്, ഞങ്ങൾ ഇനിയും ആവശ്യമുണ്ട് എത്തിച്ചേരും. അതായത് കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് അതുപോലെ തന്നെ മലപ്പുറം ജില്ലകളിലുള്ള മൊബൈൽ ഫ്രീസറുകൾ അടിയന്തരമായി ഇവിടത്തേക്ക് എത്തിക്കണം എന്നുള്ളതാണ് ജില്ലാ കളക്ടർമാർക്ക് ഈ ദുരന്ത നിവാരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു അറിയിപ്പ് ലഭിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇവർ ഇപ്പോൾ മൊബൈൽ ഫ്രീസറുകളുമായി ഇവിടത്തേക്ക് എത്തിയിട്ടുള്ളത്. ഇന്നലെ തന്നെ ഈ മേഖലയിൽ വലിയ തോതിൽ മൃതദേഹങ്ങൾ ഇങ്ങനെ ഓരോ അനുനിമിഷം ഇവിടത്തേക്ക് മൃതദേഹങ്ങൾ എത്തുന്ന ഘട്ടത്തിൽ തന്നെ ഈ ഫ്രീസറുകളുടെ ഒരു അഭാവം വലിയ തോതിലൊരു പ്രശ്നം സൃഷ്ടിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പരമാവധി ഈ വയനാട് ജില്ലയിൽ നിന്ന് സമാഹരിക്കാൻ വേണ്ടി പറ്റുന്ന പരമാവധി മൊബൈൽ ഫ്രീസറുകൾ വളരെ പെട്ടെന്ന് സമാഹരിക്കുകയായിരുന്നു. ഒരുപക്ഷെ മരണസംഖ്യ ഇനിയും ഉയരാനുള്ളത് കൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ മൃതദേഹങ്ങൾ സൂക്ഷിക്കേണ്ടെന്ന ഒരു ആവശ്യം വരും. കൂടുതൽ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ ബാക്കിയുമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ മൃതദേഹങ്ങൾ സൂക്ഷിച്ച് വെക്കുക എന്നുള്ളതാണ് പ്രധാനമായും മൊബൈൽ ഫ്രീസറുകൾ ഇത്തരത്തിൽ ഇവിടത്തേക്ക് എത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു നിർദ്ദേശത്തിൻ്റെ പിന്നിലുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ 94 മൃതദേഹങ്ങളാണ് ഇപ്പോൾ ഈ വയനാട് മേപ്പാടി കമ്മ്യൂണിറ്റി ഹാളിൽ ഈ മൃതശരീരങ്ങളായിട്ടുള്ളത്. അതിൽ 52 മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറിക്കഴിഞ്ഞിട്ടുണ്ട്. 11 പേരുടെ മൃതദേഹങ്ങൾ ഇനിയും തിരിച്ചറിയാനുണ്ട്. ഇപ്പോഴെന്തായാലും 4 ശരീര ഭാഗങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായി ഇവിടെ ഈ കമ്മ്യൂണിറ്റി ഹാളിൽ ലഭിച്ചിട്ടുണ്ട്. ഇതിന് പുറമെ നിലമ്പൂരിലും കുറേ മൃതദേഹങ്ങളും ശരീര ഭാഗങ്ങളും ലഭിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. നിലമ്പൂരിൽ 19 പുരുഷന്മാരുടെയും 11 സ്ത്രീകളുടേതും 2 കുട്ടികളുടേതും ഉൾപ്പെടെ 32 മൃതദേഹങ്ങൾ അവിടെ ലഭിച്ചിട്ടുണ്ട്. അതിന് പുറമെ 25 ശരീരഭാഗങ്ങൾ കൂടി അവിടെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഈ ശരീരഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഒരു ശരീരത്തിൻ്റെയോ അല്ലെങ്കിൽ വിവിധ ആളുകളുടെ ശരീരഭാഗങ്ങളോ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ അത് കൃത്യമായ തോതിൽ DNA പരിശോധന ഉൾപ്പെടെ നടത്തിയതിന് ശേഷം മാത്രമാണ് അത് തിരിച്ചറിയാൻ വേണ്ടി കഴിയുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നിലമ്പൂരിൽ ലഭിച്ചിട്ടുള്ള പല മൃതദേഹങ്ങളും തിരിച്ചറിയാൻ വേണ്ടി കഴിയാത്ത രീതിയിൽ ഉള്ള പ്രശ്നങ്ങളും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും DNA പരിശോധന ഉൾപ്പെടെ നടത്തിക്കൊണ്ടുള്ളൊരു അത്തരത്തിലുള്ളൊരു പരിശോധന അവിടെ നടത്തും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇപ്പോഴിവിടെ മൃതശരീരങ്ങൾ സൂക്ഷിക്കുകയാണ്. നിലവിൽ ലഭിച്ചിട്ടുള്ള മേപ്പാടി അതുപോലെ തന്നെ CHCയിലും വിംസ് ആശുപത്രിയിലും എത്തിയിട്ടുള്ള മുഴുവൻ മൃതശരീരങ്ങളും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ
3 മണിയോടുകൂടിയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുമുള്ളത്. നമുക്ക് ഇവരോട് ഔദ്യോഗികമായി തന്നെ ഇതിൻ്റെ വിവരങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യാം. നിലവിലിപ്പോൾ ഇവിടുത്തെ കറണ്ട് സ്റ്റാറ്റസ് എങ്ങനെയാണ്? നിലവിലിപ്പം പിന്നെ നമ്മുടെ FHCയിൽ നിന്നും പോസ്റ്റ്മോർട്ടം നടത്തി 94 മൃതദേഹങ്ങളാണ് ഈ ക്യാമ്പിൽ എത്തിയത്. അതിൽ 52 എണ്ണം നമ്മൾ വിട്ടുകൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇനി ബാലൻസ് ആയിട്ട് 42 മൃതദേഹങ്ങൾ ഇവിടെ ഉണ്ട്. അതിൽ 11 എണ്ണം തിരിച്ചറിയാൻ ബാക്കിയുള്ളവരാണ്. അതിന് പുറമെ ഇപ്പോൾ ബോഡി പാർട്ടുകളായിട്ടുള്ള 4 ശരീരഭാഗങ്ങൾ ഇവിടെ ഉണ്ട്. 4 ശരീരഭാഗങ്ങൾ അത് സെപ്പറേറ്റ് വ്യക്തികളുടേതാണ് എന്നാണ് മെഡിക്കൽ ബോർഡിൻ്റെ തീരുമാനം. ആ രീതിയിലാണ് നമ്മൾ നമ്പർ കൊടുത്തിരിക്കുന്നത്.